മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സോഷ്യൽ സയൻസ് എഫക്റ്റീവായി പഠിക്കാമെന്നാണ്. നമ്മൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? ചില ആൾക്കാർ പറയും, ഇത് ഭയങ്കര ടഫാണ് പഠിക്കാൻ, മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണെന്ന്. അതേസമയം ചിലർ പറയും, ഇതൊക്കെ സിമ്പിൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് പ്രോപ്പറായി അതിൻ്റെ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി തരുന്ന സബ്ജക്റ്റ് ആയിരിക്കും സോഷ്യൽ എന്ന് പറയുമ്പോൾ. എന്നാൽ സോഷ്യൽ നമ്മൾ പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ ആ ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറ്റണം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡെയിലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും പോസിബിൾ ആവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഴ്ചയിൽ പറ്റുവാണെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും 3-4 ദിവസമെങ്കിലും സോഷ്യലിലെ ടെക്സ്റ്റ് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് വെറുതെ അങ്ങ് വായിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോണ്ടന്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ വായിച്ചതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ആക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നോട്ട്ബുക്കിലോ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരേ സമയം അത് പഠിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു യൂസ്ഫുൾ ആയ മെറ്റീരിയൽ ആയിട്ടും വരും. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യലിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ട് പഠിക്കും. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കുന്ന സ്വഭാവം സോഷ്യലിന് പൊതുവേ ഉണ്ട്. ആ സ്വഭാവം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കണം. അതിനു പകരം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ കോണ്ടന്റ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവില്ല. എപ്പോഴും സോഷ്യൽ നമുക്ക് കാണുന്നുണ്ട്, അതായത് നമ്മൾ പഠിക്കുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഓർക്കില്ല. അതൊക്കെ തന്നെ നമുക്ക് എന്താണ്, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, സോഷ്യൽ നമ്മൾ കൂടുതലായും പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ മനുഷ്യരെ പറ്റി, നമ്മുടെ സൊസൈറ്റീനെ പറ്റി, നമ്മുടെ ചരിത്രത്തെ പറ്റി, അങ്ങനെ നമുക്ക് ചുറ്റുപാടുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സോഷ്യൽ കൂടുതലായും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്താവും, നമുക്കത് ഉപകാരപ്രദമാവും. കൂടാതെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് മറന്നു പോകുന്ന ആ സ്വഭാവമൊക്കെ തന്നെ നമുക്ക് എന്താവും, ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യലിനേക്കാൾ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വേറൊരു സബ്ജക്റ്റ് ഇല്ല. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം. സബ്ജക്റ്റ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് എന്താവും, നിങ്ങൾക്ക് സോഷ്യല് നല്ല മാർക്ക് തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഫ്യൂച്ചറിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഒക്കെ നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.